ഇന്ന് രാവിലെ കണ്ട വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു 7 അപ്പീൽസ് ആണ് നമുക്ക് പ്രൈം മിനിസ്റ്റർ മോദിയുടെ സൈഡിൽ നിന്ന് വന്നത്. പ്രയോറിറ്റൈസ് വർക്ക് ഫ്രം ഹോം, അവോയ്ഡ് ബൈയിങ് ഗോൾഡ്, റെഡ്യൂസ് പെട്രോൾ ഡീസൽ കൺസംഷൻ, കട്ട് ഡൗൺ കുക്കിംഗ് ഓയിൽ, റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ് ഫ്യൂർ ഫോറിൻ ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, അഡോപ്റ്റ് സ്വദേശി ആൻഡ് അവോയ്ഡ് ഫോറിൻ ട്രാവൽ ഫോർ 1 year. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഫക്റ്റ് ആകാൻ പോകുന്നത് ലോവർ മിഡിൽ ക്ലാസ് ആൻഡ് പുവർ ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ കൺസംഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാവപ്പെട്ട ആൾക്കാരല്ല, വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അതിൻ്റെ കൺസംഷൻ ഉപയോഗിക്കുന്നത്. ഇവൺ ഒരു DG സെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ കുക്കിംഗ് ഓയിലൊക്കെ കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് പോവർട്ടിയിലേക്കും വിടും. ഹങ്കർ ഇൻഡെക്സ് ആക്ച്വലി കൂടുതൽ മോശമാണ് ആവാൻ പോണത്. ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇനി മൺസൂണാണ് വരുന്നത്. മൺസൂൺ വരുമ്പോൾ നമ്മുടെ വീണ്ടും പ്രൊഡക്ഷൻസ് കുറയും, ക്രോപ്പ് പ്രൊഡക്ഷൻസ് കുറയും. അതേപോലെ തന്നെ ട്രാവൽ ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസിനെയും ഒരുപാട് ആൾക്കാരൊക്കെ ഇത് ശരിക്കും രീതിയിൽ ബാധിക്കാൻ പോകുന്നുണ്ട്. ഇത് എന്തിനാണ് ഇത്രയും വലിയൊരു പബ്ലിക് മെസ്സേജ് കൊടുത്തതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഇത് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് മെസ്സേജിങ് ആയിരുന്നു ചെയ്യേണ്ടിരുന്നത്. പബ്ലിക് ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വലിയൊരു കാരണമാകും ഇത്.